ഹലോ നമസ്കാരം. ബാലഭാസ്കർ കേസ് വിഷയമായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള രണ്ടാൾക്കാരുടെ പേരായിരുന്നു പൂന്തോട്ടം ആയുർവേദാശ്രമത്തിലെ ഡോക്ടർ രവീന്ദ്രൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ലത. ബാലുചേട്ടന്റെ അച്ഛൻ ആദ്യമായിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ആൾക്കാരുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ടീമാണ് ഇവര്. ഇവരുടെ ബ്രദറിന്റെ മകനാണ് ഡ്രൈവറായിരുന്ന അർജുൻ. അപ്പൊ ഡ്രൈവറായിരുന്ന അർജുൻ ആദ്യം ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മൊഴി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാലുചേട്ടനാണ് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നുണ്ടായി. അപ്പൊ അതൊരു ഇവർക്ക് വല്ലാത്തൊരു അതിശയമായിരുന്നു. എന്തിന് പെട്ടെന്ന് ഇങ്ങോട്ടൊരു മൊഴിമാറ്റം നടന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകള്, ഈ ഈ ഒരു ആയുർവേദ ആശ്രമത്തിന്റെ അടുത്ത് ഇവര് എന്താ ഒരു സ്ഥലം, ബാലുചേട്ടൻ ഒരു 50 സെന്റോളം സ്ഥലം വാങ്ങി എന്ന് പറയുന്നു. അതൊക്കെയാണ്. അപ്പൊ പിന്നെ കൂടുതൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇവരുടെ മകന്റെ മരണത്തിന് ഈ പൂന്തോട്ടം ഫാമിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ അടുത്ത് അന്വേഷിക്കാനായിട്ട് ഇവര് ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവര് അവകാശപ്പെടുന്നത് പോലെ തന്നെ 15ഓളം വർഷത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബാലഭാസ്കറിന് കഴുത്തില് ഒരു സ്പോണ്ടിലൈറ്റിസ് പോലുള്ള അസുഖം വരികയും കഴുത്തിലെ എല്ലിന്, പിന്നിലെ എല്ലിന്, അപ്പൊ അതുമായിട്ടുള്ള ട്രീറ്റ്മെന്റിന് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ബന്ധങ്ങള് വളരെ ഒരു ഫാമിലി പോലെ ബന്ധം വളർന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇവരുടെ ഒരു ഫ്രണ്ട് തന്നെ മോൾ ആദ്യമായിട്ട് ഇയാളുടെ ഒരു ഷോ കാണുകയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലും കുഞ്ഞിനെ എടുത്തിട്ടുള്ള ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പൂന്തോട്ടത്തിലെ ശ്രീമതി ലതയാണ്. പൂന്തോട്ടത്തിന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ചില സെലിബ്രേഷൻസിൻ്റെ ഒക്കെ വീഡിയോയിലൊക്കെ, അവരുടെ ആനുവൽ സെലിബ്രേഷൻ്റെ വീഡിയോയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ലക്ഷ്മി ബാലഭാസ്കർ ആണെങ്കിലും ബാലചേട്ടനാണെങ്കിലും കാണുന്നുണ്ട്. അപ്പൊ ഇവരായിട്ട് വളരെ അടുത്ത ബന്ധം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതെന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ മീഡിയയിലൊക്കെ ഇവര് സംശയം ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ വന്ന് പറഞ്ഞതിൽ കുറെ നാളിന് ശേഷമാണ് പിന്നീട് ഡോക്ടർ രവീന്ദ്രനാണെങ്കിലും വൈഫാണെങ്കിലും ഒരു പത്രസമ്മേളനം വിളിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടും നമ്മൾ കാണുന്നത്. അപ്പൊ അതില് അന്ന് കാണുന്ന സമയത്ത് തന്നെ അവർക്ക് തന്നെ ഭയങ്കര ടെൻഷനുള്ള പോലെ, അവർ തന്നെ ഒരു ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്ലിയർ അല്ലാത്ത പോലെയും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാതുള്ള അങ്ങോട്ട് പറയുന്നത് ശരി തന്നെയല്ലേ എന്നുള്ള തരത്തിൽ ഒരാൾ അങ്ങോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ മറ്റാൾ ഇങ്ങോട്ട് നോക്കുന്നു, ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാലോ, നോട്ടങ്ങളൊക്കെ അത് നമുക്ക് കണ്ട ഏകദേശം മനസ്സിലാവൂല. ഇത് എന്താ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ള തരത്തിൽ. അതുപോലെ തന്നെ അല്ലാതെ പല കാര്യങ്ങളും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിൽ ഡോക്ടർ രവീന്ദ്രൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, വീട്ടിൽ കിട്ടാത്ത സ്നേഹം ബാലുവിന് ഞങ്ങളെടുത്ത് വരുന്ന സമയത്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ വരുമായിരുന്നു, എപ്പോഴും വരുമായിരുന്നു, മാസങ്ങളോളം നിൽക്കുമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ഈ പത്രസമ്മേളനത്തിൽ വന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ലക്ഷ്മി ഇന്നലെ പറഞ്ഞല്ലോ, ലക്ഷ്മി ഇന്നലെ ഇവരായിട്ടുള്ള പണമിടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങി അത് തിരിച്ചു കൊടുത്തു. അത് ലക്ഷ്മി വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. പിന്നെ അതിനെ കുറിച്ചിട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ ഇത്തരത്തില് ഞങ്ങള് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ ബൈറ്റ് നമുക്ക് കണ്ടുനോക്കാം. കാരണം ബാലുവിന്റെ കുടുംബത്തിൽ കിട്ടാത്ത സന്തോഷവും സ്നേഹവും ഇവിടെ കിട്ടുന്നു. ഇന്നലെ ലക്ഷ്മിയുടെ വെളിപ്പെടുത്തലിൽ തന്നെ വളരെയധികം, കാരണം അവർ പ്രധാനമായിട്ടൊരു കാരണം പറഞ്ഞിരുന്നത് ബാലുവിന്റെ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഇടപാടിനെ കുറിച്ചാണ് എല്ലാ തവണയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീരെ തെറ്റാണ് എന്നുള്ള കാര്യം ഇന്നലെ ലക്ഷ്മി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മളൊരു സ്ഥാപനമാണ്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ പലപ്പോഴും പലതരത്തിലും വരും. അതിൽ ബാലുവിൻ്റെ ചെറിയ ഒരു സഹായം നമ്മൾ ആവശ്യം വന്നപ്പോൾ ചോദിച്ചു, അത് തന്നു, അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ ബാലുവിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിൽ അതിൽ വരുന്നില്ല. ഇവിടെ രവീന്ദ്രൻ ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ലക്ഷ്മി വെളിപ്പെടുത്തി നമ്മൾ തമ്മിൽ അങ്ങനെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ലക്ഷ്മി മേ ബി അവര് പോലീസിന് കൊടുത്ത മൊഴിയായിരിക്കാം, അല്ലാതെ മീഡിയയിലായിട്ട് ഒന്നും വന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന 2 തവണയാണ് അവർ മീഡിയയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് 18-ല്. അത് എന്താ, മകൻ നഷ്ടപ്പെട്ട അച്ഛൻ വളരെ ഡെസ്പായിരിക്കും, അപ്പൊ അദ്ദേഹം കാര്യങ്ങള് കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളതായിരുന്നു ഒരു സംഭവം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത്
മനോരമയിൽ കണ്ടിട്ടുള്ള ഇന്റർവ്യൂ. വടക്കുന്നാഥൻ ടെമ്പിളിൽ ഇങ്ങനെ ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് അന്ന് അവരവിടെ തങ്ങി പിറ്റേ ദിവസമായിരിക്കും തിരുവനന്തപുരത്തേക്ക് തിരിക്കുക എന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും സംശയം ഫാമിലി ആണെങ്കിലും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും പറയാറുണ്ട്. അപ്പം ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബാലുവിന്റെ മാത്രം ഡിസിഷനാണ്, അങ്ങനെ അദ്ദേഹത്തിന് വേറെ ആർക്കും ഒന്നും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ്. അവർ ഡിസൈഡ് ചെയ്തു, അവർ പോയി. ഈ ലത പറഞ്ഞ ആള് പോണ്ടാന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ഈ നമ്പറിൽ നിന്നും പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിളിച്ചത്, അല്ലാതെ അതിൽ വേറെ ദുരൂഹതയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവരെ പക്ഷം. പക്ഷെ മറ്റൊരു ആസ്പെക്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് എവിടെ എത്തി കറക്റ്റ് സേഫ് ആയിട്ടാണോ എത്തുന്നത്, സേഫ് ആയിട്ടല്ലേ വെച്ചാൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് വണ്ടിയിലുണ്ടെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണോ എന്നുള്ളതാണ് ചില ആൾക്കാര് സംശയിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പത്തെ ഒരു പത്രസമ്മേളനമായിരുന്നു. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാര രീതി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു ബിഹേവിയർ അനാലിസിസ്, ഇവര് എവിടേക്കാണ് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണത്, അല്ലെങ്കിൽ എവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് വല്ലാത്ത സ്ട്രെസ് ഫീൽ ചെയ്യണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബിഹേവിയറൽ അനാലിസിസ് ഒരു സൈക്കോളജിസ്റ്റ് ആ ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കാര്യം രവീന്ദ്രൻ ഡോക്ടർ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവര് ഒരു ഐ കോണ്ടാക്ട് വരുന്നുണ്ട് അവരെ വൈഫുമായിട്ട്. അപ്പൊ വൈഫ് അതിന് ആഡ് ചെയ്യണ്ട, ഇയാൾ പറയുന്നതിനാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ നിന്ന് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ കുറച്ചൊരു അവിശ്വസനീയത ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കൂടാതെ ലതയെ ഇവര് സംശയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പൊട്ടിക്കരഞ്ഞ് ഭയങ്കര വികാരാധീനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാലഭാസ്കറിന്റെ അടുത്ത് പൈസ മേടിച്ചു തരാം എന്ന് കോൺട്രാക്ടറോട് രവീന്ദ്രൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്തും പെട്ടെന്ന് ഇവരുടെ മുഖം കൊണ്ട് മാറിയ ചിരിയാണ്, ഒരു പുച്ഛഭാവത്തിലുള്ള ചിരിയാണ് വരുന്നത്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് അത്രയും സിൻസിയർ ആയിട്ട് അത്രയും ഒരു ഇമോഷണലി വീക്കായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാല് ചിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയണത്. അപ്പൊ അതൊരു മേ ബി ഫേക്ക് ആയിട്ട് അങ്ങനെ ഒരു അത്രയും ഒരു ഫീലിങ്സ് അവിടെ വരുത്തിയതായിരിക്കാം എന്നുള്ള ചാൻസും ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു സമയത്തൊക്കെ ഈ അർജുനെ ഇവർക്ക് വരുന്നത് ഈ പൂന്തോട്ടം ഫാമിലി വഴിയാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് കൊടുത്തിട്ട് ജോലിയൊക്കെ ശരിയായി കൊടുത്തതെന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഇന്റർവ്യൂവിലാണെങ്കിലും ഇപ്പൊ ലക്ഷ്മി വന്നിട്ടാണെങ്കിലും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബാലുചേട്ടന്റെ ഇഷ്ടപ്രകാരം അർജുനെ തിരുവനന്തപുരത്തേക്ക് കൊടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതില് ബാലഭാസ്കർ ഇപ്പൊ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് ഇവര് പറയുന്നത് കേൾക്കാനല്ലാതെ നമുക്ക് മറ്റൊരു നിർവാഹമില്ല. കാരണം ഇവര് പറയുന്നു ബാലുചേട്ടന്റെ ഇഷ്ടപ്രകാരം കൊടുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതില് ചോദ്യം ചെയ്യാനുള്ള കാര്യം പറ്റുന്നില്ലല്ലോ. എന്തുതന്നെയാണെങ്കിലും ഏതെങ്കിലും തരത്തില് ഈ ഒരു അപകട മരണമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരോ ആരെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സത്യം പുറത്തേക്ക് വരട്ടെ. ബാലഭാസ്കറിന്റെ അല്ലെ അവർക്കൊരു ജസ്റ്റിസ് കിട്ടട്ടെ, അത്രേ പറയാനുള്ളൂ.